ഹലോ നമസ്കാരം. BK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഐറ്റമായിട്ട് വന്നു. അപ്പോൾ ഇത് പഠിക്കാനും അതുപോലെ മിമിക്രി താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്തു നോക്കട്ടോ. നമ്മൾ മാത്രമല്ല, കിട്ടുന്നവരൊക്കെ ചെയ്ത് പഠിച്ചോളി. അപ്പോൾ എന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശബ്ദമാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. അപ്പോൾ ഒരു കോഴിക്കുട്ടീൻ്റെ വ്യത്യസ്തമായ കുറച്ച് ശബ്ദങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ BK ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലിട്ടോ. അടുത്ത ആഴ്ച നമ്മൾ ഗംഭീരമായിട്ടുള്ള സാധനമായിട്ട് വരും. അപ്പോൾ ഈ സാധനം നമ്മൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞിന് എന്താ പറയുക, വിരിഞ്ഞ ഉടനെ ഒരു ശബ്ദം ഉണ്ടാവും. അതായത് വിരിഞ്ഞ ഉടനെ പറഞ്ഞാൽ അപ്പോൾ അന്നേരം നൊലവിളിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കുട്ടിക്ക് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ശബ്ദത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. നോക്കിയോളി, ചെറിയ വിരിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞൊരു കോഴിക്കുട്ടി ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്നൊക്കെ പറഞ്ഞാൽ ഈ കോഴിക്കുട്ടി എന്താ പറയുക, ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ തള്ളക്കോയിൻ്റെ ഔട്ടിൽ കിടന്നുറങ്ങും. ഔട്ടിൽ പറഞ്ഞാൽ ചിറകിൻ്റെ ഔട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പുറത്തേക്ക് ഇടും. അപ്പോൾ ഈ പുറത്തേക്ക് ഇടുമ്പോൾ ഈ കോഴിക്കുട്ടി വേറൊരു ശബ്ദം ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. ഉറങ്ങണ കോഴിക്കുട്ടിയാട്ടോ, ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ ഞെട്ടി നിൽക്കണ ഒരു കോഴിക്കുട്ടീൻ്റെ ഒച്ച ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടി നമ്മളെ വീട്ടിലൊക്കെ വികൃതിയായ മക്കളുണ്ടാവും. അപ്പോൾ ഈ വികൃതിയായ മക്കൾ ഈ കോഴിക്കുട്ടീനെ പിടിക്കും. അതായത് കോഴിക്കുട്ടികളെ കാണുമ്പോൾ സ്വതവേ വികൃതിയായ മക്കളൊന്ന് പിടിച്ചു നോക്കും. അപ്പോൾ ഈ കോഴിക്കുട്ടി ഒരു സ്പോഞ്ചി മാതിരി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഞവണ്ടുമ്പോൾ കോഴിക്കുട്ടിക്ക് ഒരു അസ്വസ്ഥത. അപ്പോൾ ഈ അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ ഈ കോഴിക്കുട്ടിയുടെ ശബ്ദത്തിൽ ഒരു മാറ്റമുണ്ട്. നോക്കിയോളി, ആ അസ്വസ്ഥതയിൽ ഉണ്ടാവുന്ന ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാവും. ഇനി എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടിയൊക്കെ എന്താ പറയുക, വലുതായി കഴിയും. ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ വലുതാവും കോഴിക്കുട്ടികൾ വന്നിട്ട് തൊപ്പയൊക്കെ വന്നിട്ട് ഇറ്റകൾ ഒറ്റയ്ക്ക് തിന്നാനാവും. അതായത് ഒറ്റയ്ക്ക് ചിക്കി പൊറുക്കി തിന്നാനാവുമ്പോൾ കൊത്തിയാട്ടുക എന്ന് പറയും തള്ളക്കോയി. അപ്പോൾ തള്ളക്കോയി കൊത്തിയാട്ടിയിട്ട് ഒറ്റയ്ക്ക് ചിക്കി പൊറുക്കി ചിറകൊക്കെ വെച്ച് അപ്പോഴും ഉണ്ട് ഈറ്റൊക്കെ ഒരു ഒച്ചയിലൊരു മാറ്റം. എങ്ങനെ ഉണ്ടാലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നമ്മളെ BK ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ, ഷെയർ ചെയ്യണേ. അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ അടിപൊളി റൈറ്റായിട്ട് വരും. ഓക്കെ, ഹലോ നമസ്കാരം. BK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഐറ്റമായിട്ട് വന്നു. അപ്പോൾ ഇത് പഠിക്കാനും അതുപോലെ മിമിക്രി താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്തു നോക്കട്ടോ. നമ്മൾ മാത്രമല്ല, കിട്ടുന്നവരൊക്കെ ചെയ്ത് പഠിച്ചോളി. അപ്പോൾ എന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശബ്ദമാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. അപ്പോൾ ഒരു കോഴിക്കുട്ടീൻ്റെ വ്യത്യസ്തമായ കുറച്ച് ശബ്ദങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ BK ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലിട്ടോ. അടുത്ത ആഴ്ച നമ്മൾ ഗംഭീരമായിട്ടുള്ള സാധനമായിട്ട് വരും. അപ്പോൾ ഈ സാധനം നമ്മൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞിന് എന്താ പറയുക, വിരിഞ്ഞ ഉടനെ ഒരു ശബ്ദം ഉണ്ടാവും. അതായത് വിരിഞ്ഞ ഉടനെ പറഞ്ഞാൽ അപ്പോൾ അന്നേരം നൊലവിളിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കുട്ടിക്ക് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ശബ്ദത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. നോക്കിയോളി, ചെറിയ വിരിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞൊരു കോഴിക്കുട്ടി ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്നൊക്കെ പറഞ്ഞാൽ ഈ കോഴിക്കുട്ടി എന്താ പറയുക, ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ തള്ളക്കോയിൻ്റെ ഔട്ടിൽ കിടന്നുറങ്ങും. ഔട്ടിൽ പറഞ്ഞാൽ ചിറകിൻ്റെ ഔട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പുറത്തേക്ക് ഇടും. അപ്പോൾ ഈ പുറത്തേക്ക് ഇടുമ്പോൾ ഈ കോഴിക്കുട്ടി വേറൊരു ശബ്ദം ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. ഉറങ്ങണ കോഴിക്കുട്ടിയാട്ടോ, ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ ഞെട്ടി നിൽക്കണ ഒരു കോഴിക്കുട്ടീൻ്റെ ഒച്ച ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടി നമ്മളെ വീട്ടിലൊക്കെ വികൃതിയായ മക്കളുണ്ടാവും. അപ്പോൾ ഈ വികൃതിയായ മക്കൾ ഈ കോഴിക്കുട്ടീനെ പിടിക്കും. അതായത് കോഴിക്കുട്ടികളെ കാണുമ്പോൾ സ്വതവേ വികൃതിയായ മക്കളൊന്ന് പിടിച്ചു നോക്കും. അപ്പോൾ ഈ കോഴിക്കുട്ടി ഒരു സ്പോഞ്ചി മാതിരി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഞവണ്ടുമ്പോൾ കോഴിക്കുട്ടിക്ക് ഒരു അസ്വസ്ഥത. അപ്പോൾ ഈ അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ ഈ കോഴിക്കുട്ടിയുടെ ശബ്ദത്തിൽ ഒരു മാറ്റമുണ്ട്. നോക്കിയോളി, ആ അസ്വസ്ഥതയിൽ ഉണ്ടാവുന്ന ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാവും.
ഇനി എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടിയൊക്കെ എന്താ പറയുക വലുതായി കഴിയും. ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ വലുതാവും കോഴിക്കുട്ടികൾ. കോഴിക്കുട്ടികൾ വന്നിട്ട് തൊപ്പയൊക്കെ വന്നിട്ട് ഇറ്റുകൾ ഒറ്റയ്ക്ക് തിന്നാനാവും. അതായത് ഒറ്റയ്ക്ക് ചിക്കി പൊറുക്കി തിന്നാനാവുമ്പോൾ കൊത്തിയാട്ടുക എന്ന് പറയും തള്ളക്കോഴി. അപ്പോൾ തള്ളക്കോഴി കൊത്തിയാട്ടിയിട്ട് ഒറ്റയ്ക്ക് ചിക്കി പൊറുക്കി ചിറകൊക്കെ വെച്ച് അപ്പോഴും ഉണ്ട് ഈറ്റൊക്കെ ഒരു ഒച്ചയിലൊരു മാറ്റം. എങ്ങനെ ഉണ്ടാലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നമ്മളെ BK ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണേ. അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ അടിപൊളി റൈറ്റായിട്ട് വരും. ഓക്കെ.